ധർമ്മസ്ഥലയിൽ യുവതികളുടെ തിരോധാന കേസിൽ കേരളത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. കോഴിക്കോട് സ്വദേശിയായ മനാഫിനോട് നാളെ രാവിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഇലക്ട്രോണിക് തെളിവുകളടക്കം എല്ലാ തെളിവുകളും രേഖകളും സഹിതം ഹാജരാക്കണമെന്ന നോട്ടീസിൽ. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, ഈ നോട്ടീസിനെ എങ്ങനെയാണ് ആക്ഷൻ കമ്മിറ്റിയും മനാഫും എടുക്കുന്നത്? നോട്ടീസിൽ എന്താണ് ആവശ്യം? വിശദാംശങ്ങളെന്ന്. ധർമ്മസ്ഥലയിൽ യുവതികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ലോറി ഉടമ മനാഫിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടെ ഇവിടെ പ്രത്യേക അന്വേഷണ സംഘ തലവന്റെ മുന്നിൽ ഹാജരാക്കണം എന്നാണ് നോട്ടീസിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് തെളിവുകളടക്കം എല്ലാ തെളിവുകളും രേഖകളും സഹിതമാണ് ഹാജരാകേണ്ടത് എന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. എന്തായാലും SIT ഇപ്പോൾ വിചാരിക്കുന്നത് ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾക്ക് വിവരങ്ങൾ നൽകുന്നതും അവരെ ഏകോപിപ്പിക്കുന്നതും ഈ മനാഫാണ് എന്ന വിലയിരുത്തലാണ് SIT എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മനാഫിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. കേരളത്തിലാണ് ഇത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലോറി ഉടമയായ മനാഫിനെ ഇപ്പോൾ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഈ ലോറി ഉടമയായ മനാഫ്. അദ്ദേഹത്തോട് നേരിട്ട് ഹാജരാവണമെന്ന് അറിയിച്ചിരിക്കുന്നു. ഹാജരാകാതിരിക്കുന്നത് ഒഫൻസായി കരുതും എന്നുകൂടി അതൊരു കുറ്റകൃത്യമായി കണക്കാക്കും, ശിക്ഷയ്ക്ക് കാരണമായേക്കാം എന്നുകൂടി ഈ നോട്ടീസിൽ പരാമർശമുണ്ട്. അതേസമയം മനാഫുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നില്ല എന്ന വിവരമാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത്. എന്തായാലും മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായ SITയുടെ ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന ജിതേന്ദ്രകുമാർ ദയാമ എന്ന IPS ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവാനാണ് നോട്ടീസിൽ പറയുന്നത്. സൈഫുദ്ദീൻ.